ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ്റെ ഈ 4, 3, 2 ഈ രോമങ്ങൾ ഷേപ്പ് ചെയ്യാണ്. സെൽഫായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെ എന്താവുമെന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ആദ്യം ഒരു ഐബ്രോ പെൻസിൽ എടുക്കുക, എന്നിട്ട് അത് ഇവിടെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് ഈ ഐബ്രോ പെൻസിൽ ഇങ്ങനെ ചരിക്കുക, ഈ കോർണറിൽ വരയ്ക്കുക, പിന്നെ ഐബ്രോ പെൻസിൽ ഇങ്ങനെയും ചരിക്കുക, ഈ ഒരു എൻഡിലും വരയ്ക്കുക. എൻഡിൽ വര വന്നില്ലേ, ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ചേച്ചി പറഞ്ഞത് ഒരു വര വരയ്ക്കുക, എന്നിട്ട് ഈ വര തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് കുറച്ച് അലോവേര ജെൽ എടുക്കുക. അപ്പോൾ വരച്ച വരയൊക്കെ മാഞ്ഞു പോയിന്നുണ്ട്. ഇതുപോലത്തെ ഒരു ടൂൾ എടുക്കുക. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വരഞ്ഞു തുടങ്ങുക. ഇങ്ങനെ വലിച്ചു പിടിക്കുക, മുകളിൽ നിന്ന് താഴത്തേക്ക് വരിക. ഞാൻ ഏകദേശം കുറേ നാളായി ഷേപ്പ് ചെയ്തിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി ഇവിടെ വലിച്ചു പിടിക്കുക. പറ്റില്ലല്ലോ. നമ്മളത് ഏകദേശം ഒരു രീതിക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ടിപ്പിൽ ഇങ്ങനെ ഈ ഒരു സംഭവമില്ല, ഇങ്ങനെ ഈരാനുള്ളത്, അതിങ്ങനെ വെച്ചൊന്ന് ഏരി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എക്സസ് ഉള്ള കുറച്ചിങ്ങനെ നീളത്തിലുള്ളത് കാണാം, അതൊന്ന് വെട്ടി കൊടുത്താൽ മതി. ഏകദേശം ഷേപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം, ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ, ഇതിലും എൻ്റെ പലിയുണ്ട്. ഞാൻ ഈ സൈഡ് കൂടി ഇനി ചെയ്യട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ സൈഡ് കൂടി ചെയ്തു. കണ്ണാണ് സൂക്ഷിക്കുക, ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും അലോവേര ജെൽ പറ്റി കൊടുക്കുക, കാരണം ഇല്ലെങ്കിൽ നീട്ടി നിൽക്കാൻ പറ്റുക. മോയ്സ്ചറൈസ് ആയാലും പറ്റിയാൽ മതി, സൂക്ഷിക്കുക. കണ്ണാണ് ഈ രണ്ട് സൈഡ് ചെയ്തു. എന്തായാലും ആദ്യത്തെ കോലത്തിനേക്കാളും ബെറ്റർ ആയി വിചാരിക്കുന്നു, കാരണം ഞാൻ ഒരുപാട് നാളായി ത്രെഡൊക്കെ ചെയ്ത് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കാടുപോലെ ഇവിടെ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ശരിയായിക്കോളും.